നമസ്കാരം. ഫുട്ബോളമാണ് ലോകകപ്പ് വിശേഷങ്ങളുമായി വീണ്ടും എത്തുകയാണ്. തകർത്താടി തുടങ്ങുകയാണ് USA. ആതിഥേയരുടെ ജയം അത്യുഗ്രനായിരുന്നു. പാരഗ്വേ 1-4 ഗോളുകൾക്കാണ് USA അവരുടെ ആദ്യ മത്സരത്തിൽ തകർത്ത് ഗംഭീര തുടക്കമിട്ടത്. പാരഗ്വേ സമ്മാനമായി നൽകിയ ഒരു സെൽഫ് ഗോൾ, അതിൽ തുടങ്ങിയ USA 3 ഗോളുകൾ കൂടി എതിർ പോസ്റ്റിൽ പിന്നീട് നിക്ഷേപിച്ചു. ഫൊലറാൻഡ് ബാലഗന്റെ ഇരട്ട ഗോളായിരുന്നു ഈ മത്സരത്തിൽ ശ്രദ്ധേയം. മത്സരം അവസാനിക്കാൻ ഏതാണ്ട് സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ പകരക്കാരനായി എത്തിയ ജിയോവാനി റെയ്ന അമേരിക്കൻ ടീമിന്റെ 4ാമത്തെ ഗോളും നേടി. 7ാം മിനിറ്റിൽ പാരഗ്വേ താരം ഡാമിയൻ ബൊബാദില്ലയുടെ സെൽഫ് ഗോൾ വഴിയാണ് ലീഡ് തുറന്നത് USA. വെസ്റ്റൺ മഖീനി നടത്തിയ തകർപ്പൻ കുതിപ്പിനൊടുവിൽ അത് ഒരു ഗോളിന് വഴിയൊരുങ്ങുകയായിരുന്നു. പാരഗ്വേ പ്രതിരോധ നിരയെ മറികടന്ന് ക്യാപ്റ്റൻ ക്രിസ്റ്റ്യൻ പുലിസിച്ച് മുന്നേറി, എന്നിട്ടൊരു ക്രോസ് നൽകി. ആ ക്രോസ് തടയാൻ ശ്രമിച്ച മിഡ്ഫീൽഡർ ഡാമിയൻ ബൊബാദില്ലയുടെ കാലിൽ തട്ടി സ്വന്തം വലയിലേക്ക് ആ പന്തെത്തുകയായിരുന്നു. പക്ഷേ പിന്നീട് USAയുടെ ഗോളുകളെല്ലാം ഗംഭീരമായിരുന്നു. 31ാം മിനിറ്റിലായിരുന്നു 2ാം ഗോൾ. ക്രിസ്റ്റ്യൻ പുലിസിച്ച് തന്നെ നൽകിയ പാസ് ഫൊലറാൻഡ് ബാലഗൻ ഗോളാക്കി മാറ്റി. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബാലഗൻ തന്റെ 2ാമത്തെ ഗോളും നേടി ടീമിന്റെ ലീഡ് 3 ഉയർത്തി. 73ാം മിനിറ്റിൽ മൗറീഷ്യോ പാരഗ്വേയുടെ ആശ്വാസ ഗോൾ കണ്ടെത്തിയപ്പോൾ മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ പകരക്കാരനായി എത്തി ജിയോവാനി റെയ്ന USന്റെ 4ാമത്തെ ഗോൾ നേടി ഗംഭീര ജയം ആതിഥേയർക്ക് സ്വന്തം കാണികൾക്ക് മുന്നിലൊരുക്കി. ഇനി മറ്റൊരു ആതിഥേയർ കാനഡ ആദ്യമായി ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പോയിന്റ് സ്വന്തമാക്കി. അതായത് തുടർ തോൽവിയുടെ മോശം ചരിത്രമായിരുന്നു കാനഡയ്ക്ക്. അത് മാറ്റി എഴുതി ഇത്തവണ അവർ ബോസ്നിയ ഹെർസഗോവിനയെ 1-1 സമനിലയിൽ പിടിച്ചാണ് കാനഡയുടെ ആ പോയിന്റ് നേട്ടം. 21ാം മിനിറ്റിൽ ജോവോ ലുക്കിസിലൂടെ മുന്നിലെത്തിയത് ബോസ്നിയാണ്. പക്ഷേ 79ാം മിനിറ്റിൽ കൈൽ ലാറിൻ കാനഡയ്ക്ക് സമനില നേടിക്കൊടുത്തു. 75ാമത്തെ മിനിറ്റിലാണ് പകരക്കാരനായി ഇറങ്ങിയത് അദ്ദേഹം. 4 മിനിറ്റിൽ തന്നെ ലാറിൻ കാനഡയുടെ രക്ഷകനായി മാറുകയും ചെയ്തു. അങ്ങനെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇറ്റലി അട്ടിമറിച്ച് എത്തിയ ബോസ്നിയെ പിടിച്ചുകെട്ടിയത് കാനഡയ്ക്ക് ആശ്വാസമായി. ഇറ്റലിയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചായിരുന്നു ബോസ്നിയ ലോകകപ്പിനുള്ള യോഗ്യത സ്വന്തമാക്കുന്നത്. ഈ ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം ടീം ഒരു പോയിന്റ് നേടിയതിന്റെ ഒരു ആഘോഷമുണ്ടല്ലോ, ആ ആഘോഷത്തിലാണ് ഇപ്പോൾ കാനഡയുടെ ആരാധകർ. ബോസ്നിയയുമായുള്ള മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെയാണ് തോൽവി മാത്രം സ്വന്തമായുണ്ടായിരുന്ന ആ കാനഡ ആദ്യമായി ജയം നേടിയത്. ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയെ 1-1 സമനിലയിലാക്കിയാണ് ഈ പോയിന്റ് നേട്ടം. ഈ മത്സരശേഷം സ്റ്റേഡിയത്തിന് പുറത്ത് കാനഡയുടെ ആരാധകർ വലിയ തോതിൽ ആഘോഷ പ്രകടനം നടത്തി. പതാക വീശിയും പാട്ടുപാടിയും നൃത്തം ചെയ്തുമൊക്കെ അവർ സന്തോഷം പങ്കുവച്ചു. മാത്രമല്ല ബോസ്നിയൻ ആരാധകരും സമനിലയാണല്ലോ ആവേശത്തോടുകൂടി ആഘോഷത്തിൽ പങ്കുചേരുകയും ചെയ്തു. Nerve-wracking, but we got the job done. Hey, first point in history. We should have won, but you know what? We'll take the 1 point. First point in history. It's probably one of the best days of my life. Just got to keep swimming, fellas. Game was amazing. I'm so happy to be here. Go Canada, go. I wouldn't miss it for the world. As soon as I heard the World Cup was here, I had to get this ticket. Had to be here. We got here at 9 in the morning. And we've been going ever since. I'm very happy to be here. For me, it's okay. Perfect score for me. I live in Canada. I cheer for Bosnia. I was hoping Bosnia will win, but it's okay. 1-1, it's okay for me. The game was incredible. I was very, very happy about the tie. I was born in Bosnia, but I live in Canada and I love Canada. So I'm happy with the 1-1 result. And we had a blast. The energy was absolutely electric. Both goals were awesome. We had a really good time. But yeah, I was very impressed with Canada. You know, I didn't expect them to play so well and so fluent. I'm used to playing, watching Premier League, and used to high quality football, but they played magnificent. So I think good chance they're going to go through. ഇപ്പോൾ ആവേശത്തിലാണ് കാനഡയിലെ ആരാധകർ. ഇനി ഈ ഫുട്ബോൾ ആവേശം വാനോളം എത്തുമ്പോൾ പ്രതീക്ഷ പങ്കുവെക്കുകയാണ് മുൻ കായിക മന്ത്രി EP ജയരാജൻ ന്യൂസ് 18-നുമായി. കഴിഞ്ഞ തവണ കൃത്യമായി പ്രവചനം നടത്തിയിരുന്നു EP.
രാഷ്ട്രീയത്തിനപ്പുറമുള്ള തൻ്റെ ഫുട്ബോൾ വിശേഷങ്ങൾ ന്യൂസ് 18 പങ്കുവച്ചു. ഈ രാഷ്ട്രീയത്തെയും ഫുട്ബോളിനെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്നാണ് EP പറയുന്നത്. കഴിഞ്ഞ തവണ അർജന്റീന ജയിക്കുമെന്ന് EP പ്രവചിച്ചിരുന്നു. ഇത്തവണത്തെ ലോകകപ്പിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് EP പറയും. ഒപ്പം ആ കണ്ണൂരുകാരൻ തഹസീൻ ഇടം നേടിയതിൻ്റെ സന്തോഷവും EP പങ്കുവെക്കുന്നു. ഒരു കാര്യം പറയാം, EP പറയുന്നത് മറ്റൊന്നുമല്ല, അർജന്റീന ജയിക്കുമെന്നാണ് പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്നവരെ തട്ടി ഉണർത്താൻ, ഒരു പുതിയ ഊർജം കൊടുക്കാൻ ഈ കായികമേളയ്ക്ക് സാധിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് ഫുട്ബോൾ, ലോക ഫുട്ബോൾ മേള, ഫുട്ബോൾ മത്സരം. വളവട്ടണത്ത് ജനിച്ച് ഖത്തറിൽ വളർന്നിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ഖത്തറിലെ ലോക ഫുട്ബോൾ മത്സരത്തിലെ ടീമിൽ, ഖത്തറിൻ്റെ ടീമിൽ ഒരംഗമായിട്ടുണ്ട് എന്നുള്ളത് മലയാളികൾക്ക്, പ്രത്യേകിച്ച് കണ്ണൂർക്കാർക്ക് അഭിമാനിക്കാൻ കഴിയാവുന്നതാണ്. നമ്മുടെ മലയാളികളുടെ ഒരു സംഭാവനയാകട്ടെ അത്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആകെ ഇപ്പോൾ ഇന്നലെ മെക്സിക്കോവിലെ കളി കഴിഞ്ഞു. ആ തുടക്കത്തിൽ പക്ഷേ ഒരു ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വരുന്നൊരു പ്രശ്നം, ഒരു വികാരം അർജന്റീന എന്നാണ്. അർജന്റീന ഈ ഫുട്ബോൾ രംഗത്ത് ട്രഡീഷനായിട്ട്, പാരമ്പര്യമായിട്ടും പരിശീലനങ്ങളിലൂടെയും വലിയ തരത്തിൽ അംഗീകാരം നേടിയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് അർജന്റീന ജയിക്കുമെന്നാണ് ഇപ്പോൾ പലരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പലരും അർജന്റീനയുടെ ടീഷർട്ടിട്ട് രംഗപ്രവേശനം ചെയ്യുന്നതിനൊരു ഫാഷനായിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ, സോഷ്യൽ മീഡിയ നോക്കിയാൽ അർജന്റീനയുടെ ടീഷർട്ടിരിക്കുന്ന ഒട്ടനവധി പേരെ കാണാം. അതിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പ്രായമുള്ളവരും ഒക്കെയുണ്ട്. അപ്പോൾ ഒരു അർജന്റീന എന്നുള്ള നിലയിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ ഒരഭിപ്രായം പറയുന്നുണ്ട്. എനിക്കും ഉള്ളൊരു അഭിപ്രായം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കളികളെല്ലാം കണ്ടുകൊണ്ട് മാത്രമേ ഇതിൻ്റെ അവസാന നിമിഷത്തിലേക്കുള്ളൊരു അവസാന നിരീക്ഷണം എന്നുള്ള നിലയിൽ പറയാൻ സാധിക്കൂ. പക്ഷേ ഇന്നത്തെ നിലയിൽ ലോക സാഹചര്യങ്ങളും ലോകസ്ഥിതിയും ലോക ഫുട്ബോൾ രംഗവും വിലയിരുത്തുന്ന ഒരാൾക്ക് അർജന്റീന തന്നെ ജയിച്ചു വരും, ലോകകപ്പ് നേടും എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത്. എനിക്കും ആ അഭിപ്രായത്തോടൊപ്പമാണ് ഉള്ളത്. എനിക്ക് അർജന്റീനയുടെ നിലപാടിനോടാണ് എനിക്ക് യോജിക്കുന്നത്. അർജന്റീന ആരാധകനാണ് EP ജയരാജൻ. ഇനി അർജന്റീന ആരാധകർ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ബ്രസീൽ നാളെ ആദ്യ മത്സരത്തിനിറങ്ങുകയാണ്. നമുക്കറിയാവുന്ന പെലെയും റൊണാൾഡോയും റിവാൾഡോയും റൊണാൾഡീഞ്ഞോയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനൊക്കെ ശേഷം ഇപ്പോൾ ബ്രസീൽ ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഒരുപാട് പിന്നിലേക്ക് പോയി. പക്ഷേ പ്രതീക്ഷയിലാണ്. ബ്രസീലിൻ്റെ പോയകാല ഫുട്ബോൾ നേട്ടങ്ങൾ, ഫുട്ബോൾ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മഞ്ജുഷ് ഗോപാൽ. ഫുട്ബോൾ ലോകത്ത് ലോകകപ്പ് നേടിയ ടീമുകൾ ഒരുപാടുണ്ട്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ 3 ലോകകപ്പ് ജേതാക്കളെ 3 വ്യത്യസ്ത തലമുറകൾ ഇന്നും ആരാധനയോടെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ബ്രസീലിനെയാണ്. 1970-ലെ ബ്രസീൽ ഫുട്ബോളിൻ്റെ സൗന്ദര്യമായിരുന്നു. 1994-ലെ ബ്രസീൽ വിജയത്തിൻ്റെ ശാസ്ത്രമായിരുന്നു. 2002-ലെ ബ്രസീൽ ആക്രമണത്തിൻ്റെ കൊടുങ്കാറ്റായിരുന്നു. 1970-ൽ ബ്രസീൽ ഫുട്ബോളിനെ നൃത്തമാക്കി. 1994-ൽ ഫുട്ബോളിനെ യുദ്ധമാക്കി. 2002-ൽ ഫുട്ബോളിനെ കൊടുങ്കാറ്റാക്കി. പെലെയുടെ ചിരി, റൊമാരിയോയുടെ ധാർഷ്ട്യം, റൊണാൾഡോയുടെ വിശപ്പ്, ഈ 3 യുഗങ്ങൾ ചേർന്നതാണ് ബ്രസീൽ എന്ന ഫുട്ബോൾ സാമ്രാജ്യം. ലോകകപ്പ് ചരിത്രം ഒരിക്കൽ കൂടി എഴുതേണ്ടി വന്നാൽ അതിൻ്റെ സ്വർണ്ണമഷിയിൽ ഏറ്റവും കൂടുതൽ തവണ എഴുതപ്പെടുന്ന പേര് ഒന്നായിരിക്കും: ബ്രസീൽ. പെലെയുടെ പുഞ്ചിരിയിൽ നിന്ന് റൊമാരിയോയുടെ ആത്മവിശ്വാസത്തിലേക്കും റൊണാൾഡോയുടെ തിരിച്ചുവരവിലേക്കും നീളുന്ന ഒരു കഥയാണ് ബ്രസീൽ. ചിലർ കിരീടങ്ങൾ നേടും, ചിലർ റെക്കോർഡുകൾ സൃഷ്ടിക്കും. പക്ഷേ വളരെ കുറച്ച് ടീമുകൾ മാത്രമേ തലമുറകളുടെ ഓർമ്മയിൽ ജീവിക്കൂ. 1970, 1994, 2002 ബ്രസീലിൻ്റെ ഈ 3 ടീമുകൾ ലോകകപ്പ് നേടിയവ മാത്രമല്ല, ഫുട്ബോൾ എന്ന കളിയുടെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഇതിഹാസങ്ങളാണ്. 1970 ഫുട്ബോൾ ദേവന്മാർ ഭൂമിയിൽ ഇറങ്ങിയ നിമിഷം. മെക്സിക്കോയിലെ ചൂടൻ ഉച്ചകളിൽ മഞ്ഞ ജേഴ്സി അണിഞ്ഞ ഒരു സംഘം മൈതാനത്തിറങ്ങുകയായിരുന്നു. അവരുടെ പന്തടക്കത്തിലും പാസുകളിലും ചലനങ്ങളിലും മനുഷ്യപരിധികൾക്കപ്പുറമുള്ള എന്തോ ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് 2 തവണ ലോക കിരീടം അവർ നേടിയിരുന്നു. പെലെ പന്ത് തൊടുമ്പോൾ സ്റ്റേഡിയം നിശബ്ദമാകും. ജേഴ്സിനോ പന്തുമായി കുതിക്കുമ്പോൾ പ്രതിരോധ താരങ്ങൾ വഴിമാറും. റിവേലിനോയുടെ ഇടങ്കാലൻ ഷോട്ടുകൾ മിന്നൽ പോലെ പാഞ്ഞെത്തും. ടോസ്റ്റാവോ അവസരങ്ങൾ ഉണ്ടാക്കും. ഫൈനലിൽ ഇറ്റലിക്കെതിരെ കാർലോസ് ആൽബർട്ടോ നേടിയ ഗോൾ ഇന്നും ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ടീം ഗോളുകളിലൊന്നാണ്.
1994 സൗന്ദര്യത്തെക്കാൾ വിജയത്തിന് വില നൽകിയ ബ്രസീൽ. 1982 മനോഹര ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങിയിരുന്നു. 86-ലും 90-ലും നിരാശ. അതിനുശേഷം ബ്രസീൽ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. മനോഹരമായി തോൽക്കുന്നതിനേക്കാൾ സാധാരണയായി ജയിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ജനിച്ച ടീമായിരുന്നു 1994 ബ്രസീൽ. റൊമാരിയോയും ബെബറ്റോയും മുന്നിൽ, ഡുങ്കയുടെ നേതൃത്വത്തിൽ ഉറച്ച മധ്യനിര, പിന്നിൽ ഇരുമ്പ് മതിൽ പോലെയുള്ള പ്രതിരോധം. ഫൈനലിൽ ഇറ്റലിക്കെതിരെ 120 മിനിറ്റ് ഗോളില്ല. പെനാൽറ്റി ഷൂട്ടൌട്ട്. ലോകം മുഴുവൻ ശ്വാസം പിടിച്ചു. റോബർട്ടോ ബാജിയോ ഇറ്റലിയുടെ അവസാന പ്രതീക്ഷ. പന്ത് ബാറിന് മുകളിലൂടെ. ബ്രസീൽ ലോക ചാമ്പ്യന്മാർ. 24 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. കണ്ണീരുമായി റൊമാരിയോ ഓടുന്നു. ബെബറ്റോ കൈകൾ ആകാശത്തേക്ക് ഉയർത്തുന്നു. ഇത് സൗന്ദര്യത്തിന്റെ വിജയമായിരുന്നില്ല, മനക്കരുത്തിന്റെ വിജയമായിരുന്നു. 2002 ലോകം ഒരു ചോദ്യം ചോദിച്ചു: റൊണാൾഡോ പൂർണ്ണ ഫിറ്റിലാണോ? ലോകകപ്പിന്റെ അവസാനം ലോകം ഉത്തരം കണ്ടെത്തി. അതെ, അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡീഞ്ഞോ, 3 പേരുകൾ. പക്ഷേ എതിരാളികൾക്ക് അതൊരു പേടി സ്വപ്നമായിരുന്നു. റൊണാൾഡോ അവസരങ്ങൾ ഗോളാക്കും. റിവാൾഡോ എവിടെ നിന്നുമുള്ള ഷോട്ടുകൾ കൊണ്ട് വല കുലുക്കും. റൊണാൾഡീഞ്ഞോ പന്തുമായി കളിക്കുമ്പോൾ ഫുട്ബോൾ ഒരു സർക്കസ് പോലെ തോന്നും. ഇംഗ്ലണ്ടിനെതിരായ റൊണാൾഡീഞ്ഞോയുടെ ഫ്രീ കിക്ക് ഇന്നും ലോകകപ്പ് ചരിത്രത്തിലെ അത്ഭുത നിമിഷങ്ങളിലൊന്നാണ്. ഫൈനലിൽ ജർമ്മനിക്കെതിരെ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ 24 വർഷത്തെ ഇടവേളയുടെ അടുത്ത ഘട്ടമായിരിക്കുകയാണ്. 5 ലോകകപ്പ് കിരീടങ്ങളുടെ ചരിത്രവുമായി എത്തുന്ന ബ്രസീൽ ഇത്തവണയും കിരീട പ്രതീക്ഷകളിലെ പ്രധാന ടീമാണ്. എന്നാൽ പഴയ ബ്രസീലിനെ പോലെ ആക്രമണ ഫുട്ബോൾ മാത്രം കളിക്കുന്ന ടീമല്ല ഇപ്പോൾ. പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ കൂടുതൽ ബാലൻസും ടാക്ടിക്കൽ നിയന്ത്രണവുമുള്ള ബ്രസീലിനെയാണ് ഇപ്പോൾ കാണുന്നത്. പന്ത് കാലിൽ കിട്ടിയാൽ ഒരു നിമിഷം കൊണ്ട് പ്രതിരോധത്തെ കീറിമുറിക്കുന്ന താരമാണ് വിനീഷ്യസ്. അസാമാന്യ വേഗത, ഡ്രിബ്ലിംഗ്, ഒരാൾക്കെതിരെ ഒരാൾ എന്ന പോരാട്ടത്തിലെ മികവ്, ഇതെല്ലാം ചേർന്നാൽ എതിരാളികളുടെ പ്രതിരോധ നിരയ്ക്ക് വലിയ തലവേദനയാണ്. റാഫിഞ്ഞ വലതുവിങ്ങിലെ സൃഷ്ടാവ്. വലതുവശത്ത് നിന്ന് ഗോൾ സൃഷ്ടിക്കുകയും അപ്രതീക്ഷിത ഷോട്ടുകൾ കൊണ്ട് വല കുലുക്കുകയും ചെയ്യുന്ന താരമാണ് റാഫിഞ്ഞ. വിനീഷ്യസിന്റെ വേഗത്തിന് എതിർവശത്ത് റാഫിഞ്ഞയുടെ കൃത്യതയാണ് ബ്രസീലിന്റെ ശക്തി. റോഡ്രിഗോ നിശബ്ദമായ കൊലയാളി. വലിയ ശബ്ദങ്ങളില്ലാതെ കളി മാറ്റിമറിക്കുന്ന താരമാണ് റോഡ്രിഗോ. ഗോൾ അവസരങ്ങൾ കണ്ടെത്തുന്നതിലും നിർണായക നിമിഷങ്ങളിൽ സ്കോർ ചെയ്യുന്നതിലും മിടുമിടുക്കൻ. നെയ്മർ അനുഭവത്തിന്റെ സ്പർശം. പൂർണ്ണ ഫിറ്റ്നസിലാണെങ്കിൽ നെയ്മർ ഇപ്പോഴും ബ്രസീലിന്റെ ഏറ്റവും സൃഷ്ടിപരമായ താരമാണ്. പ്രതിരോധത്തെ തുറന്നു കാട്ടുന്ന പാസുകളും സെറ്റ് പീസുകളിലെ മികവും ടീമിന് അധിക കരുത്ത് നൽകുന്നു. ബ്രസീലിന്റെ ആക്രമണം ഒരു താരത്തെ മാത്രം ആശ്രയിച്ചല്ല. ഇടതുവശത്ത് വിനീഷ്യസ്, വലതുവശത്ത് റാഫിഞ്ഞ, നടുവിലൂടെ റോഡ്രിഗോയും മുന്നേറ്റക്കാരും. എവിടെ നിന്നാണ് ആക്രമണം വരികയെന്ന് എതിരാളികൾക്ക് പ്രവചിക്കാൻ പോലും കഴിയില്ല. മഞ്ഞ ജേഴ്സി അണിഞ്ഞ ബ്രസീൽ മുന്നോട്ട് വരുമ്പോൾ അത് വെറുമൊരാക്രമണമല്ല, ഒരു കൊടുങ്കാറ്റാണ്. ഇടതുവശത്ത് വിനീഷ്യസ് മിന്നൽ പോലെ പായുന്നു. വലതുവശത്ത് റാഫിഞ്ഞ വല നെയ്യുന്നു. നടുവിൽ റോഡ്രിഗോ അവസരം കാത്തിരിക്കുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി, പന്ത് നിങ്ങളുടെ വലയിൽ വിശ്രമിച്ചിരിക്കും. അതാണ് ബ്രസീലിന്റെ എതിരാളികളുടെ ഭയം. അതാണ് അവരുടെ സൗന്ദര്യം. 2002 റൊണാൾഡോയ്ക്ക് ഒരവസരം മതി. ഇന്ന് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഫിനിഷിങ്ങിൽ പഴയ നിലവാരമില്ല. പഴയ ബ്രസീലിൽ റൊണാൾഡീഞ്ഞോ, കാക്ക, പെലെ പോലുള്ള കളി മാന്ത്രികർ. ഇന്ന് കൂടുതൽ ഘടനാപരവും ടാക്ടിക്കലുമായ ഫുട്ബോൾ. ഇന്നത്തെ ബ്രസീൽ പഴയ തലമുറയേക്കാൾ വേഗമേറിയതാണ്. വിനീഷ്യസിനെ പോലെയുള്ള താരങ്ങളുടെ സ്പ്രിന്റുകൾ അതിനുദാഹരണമാണ്. 2002 ബ്രസീലിനെതിരെ കളിക്കുമ്പോൾ എതിരാളികൾ തോൽവി ഭയന്നിരുന്നു. ഇന്നത്തെ ബ്രസീലിനെതിരെ ബഹുമാനമുണ്ട്, പക്ഷേ അത്രയും ഭീതിയില്ല. ഒരു കാലത്ത് മഞ്ഞ ജേഴ്സി അണിഞ്ഞ് റൊണാൾഡോയും റിവാൾഡോയും റൊണാൾഡീഞ്ഞോയും മുന്നോട്ട് വന്നപ്പോൾ പ്രതിരോധ താരങ്ങൾ പന്തിനേക്കാൾ സ്വന്തം ഗോൾ പോസ്റ്റിനെയാണ് നോക്കിയിരുന്നത്. ഇന്ന് വിനീഷ്യസും റാഫിഞ്ഞയും റോഡ്രിഗോയും നെയ്മറും അതിവേഗത്തിൽ കുതിക്കുമ്പോൾ ആവേശമുണ്ട്, അപകടമുണ്ട്. പക്ഷേ പഴയ ബ്രസീലിൻ്റെ ആ അനിവാര്യതയില്ല. 2002 ബ്രസീൽ ഒരു കൊടുങ്കാറ്റായിരുന്നെങ്കിൽ ഇന്നത്തെ ബ്രസീൽ കൃത്യമായി നിയന്ത്രിക്കപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ്. ശക്തിയുണ്ട്, സൗന്ദര്യമുണ്ട്. പക്ഷേ റൊണാൾഡോയുടെ ഒരു സ്പർശത്തിൽ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്നിരുന്ന ആ ഭീതി ഇന്നും ബ്രസീൽ ആരാധകർ തിരയുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ അമേരിക്കയിൽ ലാൻഡ് ചെയ്തു. ഒപ്പം പോർച്ചുഗൽ ടീമും. ഫ്ലോറിഡയിലെ പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് റൊണാൾഡോയും സംഘവും പറന്നിറങ്ങിയത്. ഗ്രൂപ്പ് കെ മത്സരത്തിൽ ബുധനാഴ്ച ഹ്യൂസ്റ്റണിലാണ് പോർച്ചുഗലിന്റെ ആദ്യ മത്സരം. റൊണാൾഡോ അവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ് എതിരാളികൾ.
സൺഗ്ലാസ് ഒക്കെ ഇട്ട് കാതിൽ കടുക്കനിട്ട് ക്രിസ്ത്യാനോയും അംഗത്തിനായി എത്തിയിരിക്കുകയാണ്. US-ലേക്ക് ഇനി തീ പാറുമെന്ന് കാത്തിരിക്കുന്നു പോർച്ചുഗൽ ആരാധകർ. ഫുട്ബോളും വീണ്ടും എത്തും രാത്രി 8 മണിക്ക്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.